വിശേഷം എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. വിഷു ക്ഷീണമൊക്കെ മാറിയാം. കാരണം വിഷ്ണു സദ്യ കഴിച്ചവരും ക്ഷീണിതരായിരിക്കും, അതുപോലെ തന്നെ വിഷ്ണു സദ്യ ഉണ്ടാക്കിയവരും ക്ഷീണിതരായിരിക്കും അല്ലേ. ഇതാ ഇപ്പൊ ഈസ്റ്റർ ആവാൻ പോവാണ് അല്ലേ. അപ്പൊ ഈസ്റ്റർ വിഭവങ്ങളും ഇടണ്ടേ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി പീസി ആയിട്ടുള്ള, നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ആണ്. ഇതിന് മുൻപ് ഞാൻ പെപ്പർ ചിക്കൻ ഇട്ടിട്ടുണ്ട്, അത് പക്ഷെ വേറെ റെസിപ്പിയാണ്. നാളികേരപ്പാലൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പ് പെപ്പർ ചിക്കൻ ആയിരുന്നു അത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല റോസ്റ്റ് പരുവാണ്, നല്ല ഡ്രൈ ആയിട്ടുള്ള സ്റ്റാർട്ടറൊക്കെ ആയിട്ട് വിളമ്പാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെപ്പർ ചിക്കൻ ആണ് കേട്ടോ. ഇത് ഞാൻ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളുകൾക്ക് മുൻപ്. അപ്പോൾ ബ്ലോഗ് വായിച്ചിരുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പിയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് കേരള സ്റ്റൈൽ ഈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഫ്രോസൺ ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല, ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായി ചെറുതായിട്ടാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. ചെറിയ പീസിലേക്കാണ് കുരുമുളക് പിടിക്കാൻ ഈസി, വലിയ പീസാകുമ്പോൾ ഉള്ളിലോട്ടൊന്നും അധികം പിടിക്കില്ല. അപ്പോൾ എന്തോ നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിനീഗറും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം കുറച്ചധികം പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആണ് കേട്ടോ ഇത്. നമുക്കിനി പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. വെള്ളം തുടച്ച് കളയണം, അല്ലെങ്കിൽ വെള്ളം വറ്റിയതിന് ശേഷം മാത്രം ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കേരള സ്റ്റൈലായതുകൊണ്ട്, നാടൻ സ്റ്റൈലായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചെറുതായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 2 ചെറിയ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പൂൻ്റെ പൊടിയായാലും മതി കേട്ടോ. അത് പൊടിയാണെങ്കിൽ അവസാനം ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു വളരെ ചെറിയ 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇതൊന്നൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികം ദിവസം എങ്ങനെയാണ് കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ഒരു 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. അത് നന്നായി വാട്ടി കൊടുക്കാം. നന്നായി വാടിയ മാത്രം മതി, അല്ലാതെ ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതുപോലെ അങ്ങ് വാട്ടി കൊടുക്കുക. വാടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. നമ്മുടെ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. സാധാരണ എൻ്റെ റെസിപ്പിയിൽ, ബ്ലോഗിലുള്ള റെസിപ്പിയിലാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ഇല്ല. പക്ഷേ ഞാനിപ്പോൾ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ്റെ പീസസിൽ ഒരു വൈറ്റ് കളർ വരും. കാരണം പെപ്പർ പൗഡർ ആകുമ്പോൾ അത്ര കളർ വരുന്നില്ല. ചിക്കൻ്റെ പീസുമ്പോൾ ഒരു വെള്ള കളർ പോലെ ഇരിക്കുന്നത്, അത് കാണുമ്പോൾ ഒരു സുഖമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ കളർ വേണമെന്നുള്ളവർക്ക് മാത്രം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ ഒരു പച്ചച്ചോവ ഒന്ന് മാറണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചിക്കൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഈ സവാളയുടെയൊക്കെ ഉപ്പ് രസം ഒന്ന് നോക്കണം. ഉപ്പ് കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിൽക്കണം, കാരണം ചിക്കൻ്റെ പീസസ് ഇടുമ്പോൾ അതിലോട്ടൊക്കെ ഉപ്പ് പിടിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, കുറച്ചും കൂടെ ആവാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നല്ല നൈസായിട്ടുള്ള 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളകിൻ്റെയൊക്കെ അളവൊക്കെ ഓരോരുത്തർക്കും മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടി ചേർക്കില്ല, ചതച്ച നല്ല തരിതരിപ്പുള്ള കുരുമുളകാണ് ഇനി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കുകയുള്ളൂ. പൊടി 1 ടീസ്പൂൺ മാത്രം മതി. ഇപ്പോൾ തരിതരിപ്പുള്ള കുരുമുളക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് വരിക തരിതരിപ്പായി പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ചേർക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഇതിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക.
എല്ലാ ഭാഗത്തേക്കും ആ സവാളയൊക്കെ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇത് തീ വെച്ചിരിക്കുന്നത്. അടച്ചു വെച്ചിട്ട് നമുക്കിത് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോരുത്തർക്ക് കിട്ടുന്ന ചിക്കൻ അനുസരിച്ച് ചിക്കൻ്റെ കുക്കിംഗ് ടൈം മാറ്റം വരും. അപ്പോൾ ഇത് നല്ല ടെൻഡർ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. പക്ഷേ അതേസമയം നല്ല മൂത്ത കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും. തുറന്ന് നോക്കിയിട്ട് ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് നോക്കുക. കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടെ മതിയാവും. വീണ്ടും അടച്ചു വെച്ചിട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളം വന്നിരിക്കുന്നത് കണ്ടോ. ചിക്കനിലെ വെള്ളത്തിൽ തന്നെ കുക്കാവുമ്പോഴാണ് റിയൽ ടേസ്റ്റ് വരിക. അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അത്രയും മൂത്ത ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും പച്ചവെള്ളം നിങ്ങൾ ഇതിലോട്ട് ഒഴിക്കാൻ പാടില്ല കേട്ടോ. തുറന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ്. ഇനി നമുക്കിതിലോട്ട് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് ചതച്ചത് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടി കൂടുതലായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരാൻ തുടങ്ങും. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഓവറായിട്ടങ്ങ് ഇടാൻ പാടില്ല. നമുക്ക് നോക്കിയിട്ട് എരിവ് അനുസരിച്ച് നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക്. തരിതരിപ്പായിട്ട് അങ്ങ് ചതച്ച് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചാൽ അപ്പം നൈസ് തൊടുമ്പോൾ നമുക്ക് ഒരു മണൽ പരുവ്, ഇങ്ങനെ മണ്ണ് പോലെ തോന്നണം. അതാണ് അതിൻ്റെ പരുവ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമുക്ക് വലിയ ടേബിൾ സ്പൂണാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കണം കേട്ടോ. നല്ല ഡ്രൈ ആവണം. അതേസമയം ഇങ്ങനെ കുഴഞ്ഞിരിക്കണ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പരുവത്തിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതൊരു സ്റ്റാർട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഞാൻ വെക്കാൻ പോവുകയാണേ. ഇപ്പോൾ ഒരു പീസ് എടുത്ത് നോക്കുമ്പോൾ നോക്കി കണ്ട നന്നായി കുക്കായിട്ടുണ്ട് കണ്ടോ. നല്ല ഈസി ആയിട്ട് അങ്ങ് കട്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായി കുക്കായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിതങ്ങ് വറ്റിച്ച് എടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂണേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അത് മതിയാകും. ഇത് ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കാം. സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പീസല്ല, അതിൻ്റെ ചാറ്. അപ്പോൾ എരിവൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഉപ്പും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളകിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇനി നമുക്ക് എരിവ് വേണം തോന്നുകയാണെങ്കിൽ ഇനി കുരുമുളക് ഇടണ്ട. അതേസമയം അതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയിട്ട് കൊടുത്താൽ മാത്രം മതിയാകും. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് വെളിച്ചെണ്ണയുടെ ആവശ്യം വരും തോന്നുന്നില്ല. ഇതെന്തൊരു ഈസിയാണ്, ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ. ബാച്ചിലേഴ്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാം, പണിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞിടാം, അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി കേട്ടോ. നല്ലതായിട്ട് വരണ്ട് വരുന്നുണ്ട് കേട്ടോ, ഡ്രൈ ആയി വരുന്നുണ്ട്. കുരുമുളക് ചിക്കൻ, അതായത് പെപ്പർ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായി മൊരിയാൻ വേണ്ടിയിട്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ നല്ല മൊരിഞ്ഞിരിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ആ സവാളയൊക്കെ നല്ല മൊരിഞ്ഞ് ഇരിക്കണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അഥവാ എരി കുറവാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ നിർത്തുകയാണ്. വേണമെങ്കിൽ അവസാനം വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല. തക്കാളി കട്ട് ചെയ്തിട്ട് ഉള്ളിലത്തെ പൾപ്പ് റിമൂവ് ചെയ്തിട്ട് കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ട് തക്കാളിയുടെ പീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഫൈനലി ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. കറിവേപ്പില കൂടുതൽ ചേർക്കണമെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ അങ്ങ് പൊടിഞ്ഞു പോവുകയെ. ഞാൻ ഓഫ് ചെയ്യാണ്. ചൂടോട് കൂടി സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താലും നന്നായിട്ടുണ്ടാവും. ഈസി അല്ലേ പരിപാടി. എനിക്ക് അരമണിക്കൂറാണ് എടുത്തത് ഇതെല്ലാം വഴറ്റി ചെയ്ത് ഇതേപോലെ വരട്ടിയെടുക്കാൻ. അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു. നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ. ഞാനിതിലേക്ക് ഒരു തക്കാളി ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പൾപ്പൊക്കെ കളഞ്ഞിട്ട് ഇത് ഭംഗിക്ക് വേണ്ടി മുറിച്ചിടാൻ പോവുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാടൊന്നും വേണ്ട, ഈ പൾപ്പൊന്നും ഇല്ലാണ്ട്, അതായത് ഉള്ളിൽ കുരുവൊന്നും ഇല്ലാത്ത തക്കാളിയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ നമ്മുടെ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയവർക്ക് അറിയാൻ പറ്റും അല്ലേ, ആ ടിപ്പ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, പെപ്പർ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഇല എടുത്തിട്ട് ആ ഇലയിലോട്ട് പെപ്പർ ചിക്കൻ വെച്ചിട്ട് ഇനി ഇത് അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ വരും നമ്മുടെ പെപ്പർ ചിക്കൻ എന്നല്ല കേട്ടോ, ഇലയിൽ എന്ത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ പൊതിച്ചോറിൻ്റെ കാര്യം അറിയാമല്ലോ, അതുപോലെ തന്നെ പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. കാരണം ഇപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞ കാരണം മിക്കവരുടെ കയ്യിലും ഇല ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉള്ളവർ ചെയ്യുക. നമുക്കിത് അടച്ചു വെക്കാം. ഇങ്ങനെ അടച്ചൊരു 10-15 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും.
പിന്നെ പെപ്പർ ചിക്കനും ഏത് നോൺ വെജ് ആണെങ്കിലും ഇരിക്കും തോറുമാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മുടെ വീനാസ് കറി വേൾഡിൻ്റെ വക പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കൻ ഡ്രൈ ആണ്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ജീവിതത്തിന്റെ 1 മണിക്കൂർ നോക്ക്. നല്ല സ്ഥലല്ലേ, നല്ല കാറ്റുന്ന ആവശ്യമുള്ള സാധനം വല്ലതും ആണോ? എന്തായിരുന്നു ഇത്? ഇങ്ങനത്തെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഗംഭീരമാലയുള്ളത് ഇപ്പൊ തന്നെ സ്റ്റോക്ക് ഉണ്ട്. ഇത് നിന്റെ പണിയായിരിക്കില്ല, എന്റെ ചോയ്സ് അല്ല. ഗംഭീര സംഭവല്ലേ, വിഷുവിനൊക്കെ ഇടാ. തകർത്തിട്ട് വേണേ. വെള്ള സാരിയുടെ ഒരു സെക്ഷൻ്റെ കൂടെ ഗംഭീരായിരിക്കും. അപ്പൊ പോവല്ലേ?